പ്രേക്ഷകരെ തൃപ്തിപ്പെടുത്തിയ 4 സിനിമകൾ, അതും വ്യത്യസ്തമായ ജോണറുകൾ. ആലപ്പുഴ ജിംഖാന എന്ന 5ാമത്തെ സിനിമയുമായി ഖാലിദ് റഹ്മാൻ എത്തുമ്പോൾ കാത്തിരിക്കാനുള്ള കാരണങ്ങൾ അതുതന്നെയായിരുന്നു. തന്റെ മുൻ സിനിമകളുടെ ഫ്ലേവറുകൾ ആവർത്തിക്കാതെ, എന്നാൽ എന്റർടൈൻമെന്റിന് ഒട്ടും കുറവ് വരുത്താതെ ഖാലിദ് റഹ്മാൻ ഇത്തവണയും പ്രേക്ഷകരെ കയ്യിലെടുക്കാനുള്ള ഐറ്റവുമായിട്ടാണ് എത്തിയിരിക്കുന്നത്. ക്ലീഷകളെ പരമാവധി ബ്രേക്ക് ചെയ്ത് വളരെ റിയലിസ്റ്റിക് ആയ അപ്രോച്ച് സ്വീകരിച്ചപ്പോൾ ഇതുവരെ നമ്മൾ കണ്ട സ്പോർട്സ് കോമഡി സിനിമകളിൽ നിന്നെല്ലാം വ്യത്യസ്തമായ സിനിമാ കാഴ്ചയാകുന്നു ആലപ്പുഴ ജിംഖാന. ഒരു കൂട്ടം ചെറുപ്പക്കാർ കോളേജ് അഡ്മിഷൻ ലഭിക്കാനായി ബോക്സിംഗ് പഠിക്കാൻ പോകുന്നു. കേൾക്കുമ്പോൾ വളരെ സിമ്പിളായ പ്ലോട്ടിനെ അതിലും സിമ്പിളായി കാഴ്ചക്കാരെ മടുപ്പിക്കാതെ തീർത്തും എൻഗേജിംഗ് ആക്കിയാണ് ഖാലിദ് റഹ്മാൻ ആലപ്പുഴ ജിംഖാന ഒരുക്കിയിരിക്കുന്നത്. തോറ്റു തുടങ്ങുന്ന കഥാനായകന്മാർ, അപമാനങ്ങളും അവഹേളനങ്ങളും മാത്രം ലഭിച്ചിരുന്ന അവർ കഥയുടെ അവസാനത്തോടടുക്കുമ്പോൾ മുന്നിലുള്ള പ്രതിബന്ധങ്ങളെല്ലാം മാറ്റി വിജയികളാകുന്നു. ഒരു സ്ഥിരം സ്പോർട്സ് ഡ്രാമ സിനിമയുടെ ടെംപ്ലേറ്റാണ് ഞാനീ പറഞ്ഞത്. എന്നാൽ ആലപ്പുഴ ജിംഖാന ഈ ഫോർമാറ്റിനെ പൊളിച്ചെഴുതുക മാത്രമല്ല, ബോക്സിംഗ് എന്ന കായിക ഇനത്തോട് 100% നീതി പുലർത്തുകയും ചെയ്യുന്നുണ്ട്. ആലപ്പുഴ ജിംഖാനയിലെ നായകന്മാർ അമാനുഷികരല്ല. വളരെ റിയലിസ്റ്റിക്കായി നായകന്മാരെ പ്ലേസ് ചെയ്ത് അവരുടെ പ്രശ്നങ്ങളും ഇൻസെക്യൂരിറ്റീസും എല്ലാം മായം കലർത്താതെ ഖാലിദ് റഹ്മാൻ അവതരിപ്പിക്കുന്നു. സിനിമയിലെ ജോജോവും ദീപക്കും ഷിഫാസും ഡേവിഡുമെല്ലാം ഇന്നത്തെ ചെറുപ്പക്കാരുടെ പ്രതിരൂപമാണ്. അല്പം ഓവർ കോൺഫിഡൻസും വലിയ വർത്തമാനമൊക്കെയായി കറങ്ങി നടക്കുന്ന ചെറുപ്പക്കാരായതുകൊണ്ട് തന്നെ ആദ്യ ഫ്രെയിം മുതൽ പ്രേക്ഷകർക്ക് അവരുമായി കണക്ട് ചെയ്യാൻ സാധിക്കുന്നു. സർപ്പാട്ടെ പരമ്പരയിൽ ഇറുതി സുട്രു, ചന്തു ചാമ്പ്യൻ, തൂഫാൻ തുടങ്ങി അടുത്ത കാലത്ത് ബോക്സിംഗ് പശ്ചാത്തലമാക്കി വന്ന മറ്റ് കൊമേഴ്ഷ്യൽ സിനിമകളിൽ നിന്നും റഹ്മാന്റെ നായകന്മാരും സിനിമയും വ്യത്യസ്തമാകുന്നതും ഇതുകൊണ്ടൊക്കെ തന്നെയാണ്. പലയാവർത്തി സിനിമ ഒരു ടിപ്പിക്കൽ കൊമേഴ്ഷ്യൽ സിനിമയായി പോകേണ്ടിടത്ത് സിനിമയെ താങ്ങി നിർത്തുന്നതും ഈ റിലേറ്റബിൾ ഫാക്ടേഴ്സ് തന്നെയാണ്. സിനിമയിൽ പ്രധാന റോളെത്തുന്ന നസ്ലിന്റെ ജോജു ഒരു ഹീറോ എന്ന ചട്ടക്കൂടിനുള്ളിൽ നിർമ്മിച്ചെടുത്ത നായകനല്ല. പലപ്പോഴും കഥയിൽ മറ്റുള്ളവർക്ക് സ്കോർ ചെയ്യാൻ അവസരം നൽകി ഒരു ബാക്ക് സീറ്റ് എടുക്കുന്നുണ്ട് നസ്ലിന്റെ ജോജു. പ്രേമലു പോലൊരു പാൻ ഇന്ത്യൻ സിനിമയ്ക്ക് ശേഷം തീർത്തും അണ്ടർപ്ലേ ചെയ്യുന്ന ഒരു കഥാപാത്രത്തെ സ്വീകരിക്കാൻ നസ്ലിൻ കാണിച്ച കമ്മിറ്റ്മെന്റിനെ പ്രശംസിച്ചേ മതിയാകും. എടുത്തു പറയാൻ മാസ് സീനുകൾ പോലും ചിത്രത്തിൽ നസ്ലിനായി ഖാലിദ് നൽകിയില്ലെന്നത് കഥയോട് എത്രമാത്രം അയാൾ സത്യസന്ധനാണ് എന്നതിന്റെ കൂടി തെളിവാണ്. ചിത്രത്തിലെ മറ്റൊരു നായകൻ വിഷ്ണു വിജയാണ്. തല്ലുമാലയിലും പ്രേമലുവിലും മ്യൂസിക് കൊണ്ട് അയാൾ തീർത്തൊരു കവചമുണ്ട്, സിനിമയെ മൊത്തം താങ്ങി നിർത്തിയൊരു ശക്തി. ഇവിടെയും ടൈറ്റിൽ കാർഡിൽ നിന്ന് ആരംഭിക്കുന്ന BGMഉം പാട്ടുകളും സിനിമയ്ക്ക് നൽകുന്ന ഊർജ്ജം ചെറുതല്ല. ഒരു ബോക്സിംഗ് സിനിമയുടെ പതിവ് തീപിടിപ്പിക്കുന്ന തരത്തിലുള്ള ഓവർ കൊമേഴ്ഷ്യൽ എലമെന്റുകൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ വിഷ്ണു വിജയുടെ മ്യൂസിക്കും ആ കഥയോടൊപ്പമാണ് സഞ്ചരിക്കുന്നത്. ഒരിടത്തും കഥയിലെ നായകന്മാർ ചെയ്യുന്നത് അമാനുഷികമായി തോന്നാതെ അവരെ ഗ്രൗണ്ടഡായി നിർത്തി കാണുന്നവർക്ക് അവരുടെ യാത്രയെ റൂട്ട് ചെയ്യാൻ സഹായിക്കുന്നത് ജിംഷി ഖാലിദിന്റെ ക്യാമറയും വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. സാധാരണക്കാരുടെ കഥകൾ അമാനുഷികതയില്ലാതെ പറയുമ്പോഴാണ് അവ പ്രേക്ഷകരുടെ ഉള്ളിൽ പെട്ടെന്ന് കയറിക്കൂടുന്നത്. അങ്ങനെയെങ്കിൽ ഉണ്ടയിലെ മണിസാറും അനുരാഗ കരികിൻ വെള്ളത്തിലെ അഭിയും രഘുവും ഒക്കെ പോലെ ആലപ്പുഴയിലെ പിള്ളേരും പ്രേക്ഷക പ്രിയങ്കരമാകുമെന്നത് തീർച്ച.